പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നോക്കുന്നത് സബ്ജക്റ്റ് പ്രൊനൗണായ ഐ, വി എന്നിവയുടെ വ്യത്യസ്ത പ്രൊനൗൺ രൂപങ്ങൾ ആണ്. നിത്യോപയോഗത്തിന് നിരവധി വാക്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർവനാമങ്ങളുടെ പ്രൊനൗണിൻ്റെ ഗ്രാമർ ഡീറ്റെയിൽസ് അറിവിനായി ചേർത്തിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഐ ആൻഡ് മീ. ഐ വാക്യത്തിൻ്റെ സബ്ജക്റ്റാണ്, പ്രവൃത്തി ചെയ്യുന്നു. ഐ ആം ഗോയിങ് ടു ദ പാർക്ക്. ഞാൻ പാർക്കിൽ പോകുന്നു. പോകുന്നു എന്ന് പ്രവൃത്തി ചെയ്യുന്നത് ഐ, ഞാനാണ്. എന്നാൽ ഐയുടെ ഒബ്ജക്റ്റ് ഫോം ആണ് മീ. ഹി ഗേവ് ദ ബുക്ക് ടു മീ. മീ ആണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് പ്രവൃത്തി സ്വീകരിക്കുന്നു. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്നു. ഐ ഞാൻ എന്ന അർത്ഥത്തിലും മീ എനിക്ക് എന്നോട് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ഇനി മൈ ആൻഡ് മൈൻ. മൈ എൻ്റെ എനിക്കുള്ള എന്ന അർത്ഥത്തിലും മൈൻ എനിക്കുള്ളത് എൻ്റേത് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. മൈ ഒരു പോസസീവ് ആഡ്ജക്റ്റീവ് ആണ്. ഇത് നൗൺ, നാമത്തിന് മുൻപ് അതിൻ്റെ ഉടമസ്ഥാവകാശം പ്രകടിപ്പിക്കുന്നു. ദിസ് ഈസ് മൈ ബുക്ക്. ഇതെൻ്റെ ബുക്കാവുന്നു. എന്നാൽ മൈൻ ഒരു പോസസീവ് പ്രൊനൗൺ ആണ്. നാമത്തെ മാറ്റി പകരം ഉപയോഗിക്കുന്നു. ദിസ് ബുക്ക് ഈസ് മൈൻ. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് പ്രൊനൗണും ഒബ്ജക്റ്റ് പ്രൊനൗണും വേർതിരിച്ചിരിക്കുന്നു. സബ്ജക്റ്റ് പ്രൊനൗൺ ഐ, വി, ഹി, ഷീ, ഇറ്റ്, യു, ദേ. ഇത് പ്രവൃത്തി ചെയ്യുന്നു. ഒബ്ജക്റ്റ് പ്രൊനൗൺ മീ, ഹസ്, ഹിം, ഹെർ, ഇറ്റ്, യു, ദം. ഇത് പ്രവൃത്തി സ്വീകരിക്കുന്നു. ഹി കോൾഡ് ഐ തെറ്റാണ്. ഹി കോൾഡ് മീ ആണ് ശരി. മറ്റൊരു സബ്ജക്റ്റ് പ്രൊനൗൺ കൂടി നോക്കാം. വി ആൻഡ് അസ്. വി ഞങ്ങൾ, നമ്മൾ, നാം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് അസ്. ഞങ്ങളെ, നമ്മളെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. വി ആർ ഗോയിങ് ടു ദ പാർക്ക്. വി പ്രവൃത്തി ചെയ്യുന്നു. ദ ടീച്ചർ കോൾഡ് അസ്. അസ് പ്രവൃത്തി സ്വീകരിക്കുന്നു. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇങ്ങനെയുള്ള പ്രൊനൗൺ ഉപയോഗിച്ചുള്ള വാക്യങ്ങളാണ് ഇനി പറയുന്നത്. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഏർലി. ഞാൻ എൻ്റെ ഗൃഹപാഠം നേരത്തെ പൂർത്തിയാക്കി. ഐ നോ യുവർ ഫാദർ. നിൻ്റെ അച്ഛനെ എനിക്കറിയാം. ഐ ലവ് റീഡിംഗ് ബുക്സ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. വി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ഫുട്ബോൾ കളിച്ചു. അവർ കാർ ഈസ് ന്യൂ. ഞങ്ങളുടെ കാർ പുതുതാണ്. ഷീ ഹെൽപ് മീ വിത്ത് ദ പ്രോജക്റ്റ്. അവൾ എന്നെ പ്രൊജക്റ്റിൽ സഹായിച്ചു. മൈ ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. എൻ്റെ ബാഗ് മേശപ്പുറത്തുണ്ട്. മൈ മദർ അഡ്വൈസ്ഡ് മീ. എൻ്റെ അമ്മ എന്നെ ഉപദേശിച്ചു. ക്യാൻ യു ഹിയർ മീ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ദിസ് ഈസ് മൈ ഫേവറേറ്റ് സോങ്. ഇതെൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ്. ദാറ്റ് ഹൗസ് ഈസ് അവേഴ്സ്. ആ വീട് നമ്മുടേതാണ്. ദ ടീച്ചർ പ്രൈസ്ഡ് അസ്. ടീച്ചർ ഞങ്ങളെ അഭിനന്ദിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.